DNA റിപ്പയർ മെക്കാനിസംസിൽ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു റിപ്പയർ മെക്കാനിസമാണ് മിസ്മാച്ച് റിപ്പയർ എന്ന് പറയുന്നത്. DNA റെപ്ലിക്കേഷൻ്റെ സമയത്ത് പലതരത്തിലുള്ള റെപ്ലിക്കേഷൻ എറേഴ്സും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് ഒരു കാറ്റഗറിയാണ് മിസ്മാച്ച് ഓഫ് ബേസസ്. അതായത് റോങ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ള റോങ്ലി പെയർഡ് ആയിട്ടുള്ള നൈട്രോജിനസ് സ്പേസസ് പരസ്പരം ബോണ്ടിങ് നടക്കുന്നു. ഇതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് മിസ്മാച്ച് റിപ്പയർ മെക്കാനിസം എന്ന് പറയുന്നത്. ഈ സെഷനിൽ മിസ്മാച്ച് റിപ്പയർ മെക്കാനിസത്തിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. മിസ്മാച്ച് റിപ്പയർ മെക്കാനിസം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ, അതായത് മിസ്മാച്ച് DNA സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മ്യൂട്ടേഷനിൽ കലാശിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഈ മിസ്മാച്ച് റിപ്പയർ സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. Mismatch repair mechanisms act as a backup procedure for correcting mismatched nucleotides remaining in DNA after replication. Replication-ന് ശേഷവും പലതരത്തിലുള്ള മിസ്മാച്ച് DNA-ക്കകത്ത് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എറർ ഫ്രീ ആയിട്ടുള്ള ഒരു മെക്കാനിസമായിട്ട് ജനറലായിട്ട് നമ്മൾ പറയുമെങ്കിലും അതിനകത്ത് തന്നെ പുതിയ DNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുമ്പോഴേക്കിന് അതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ബേസസ് എന്ന് പറയുന്നത് മിസ്പെയർഡ് ആയിട്ടുള്ള ബേസസ് ആകാനുള്ള സാധ്യത ഉണ്ട്. ഇതിനെ കറക്റ്റ് ചെയ്യാൻ DNA പോളിമറൈസിന് പറ്റും. പക്ഷേ ആ കറക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള DNA-യിൽ ആ കറക്ഷൻ പ്രോസസ്സ് ആഫ്റ്റർ റിപ്ലിക്കേഷൻ നടത്തുന്നത് മിസ്മാച്ച് റിപ്പയർ സിസ്റ്റമാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ T എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ നൈട്രോജിനസ് ബേസ് ഉള്ള ഒരു സ്ട്രാൻഡ് അതിന് ഓപ്പോസിറ്റായിട്ട് G പെയർ ചെയ്യുകയാണ്. ഇത് റോങ് പെയറിംഗ് ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യപ്പെടണം. മിസ്മാച്ച് റിപ്പയർ സിസ്റ്റം ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇത് റോങ് പെയറിംഗ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ G-യെ മാറ്റി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് A-യെ കൊണ്ടുവരുന്നു. Tക്ക് ഓപ്പോസിറ്റ് A കൊണ്ടുവരുന്നു. പ്രോപ്പറായിട്ടുള്ള പെയറിംഗ് റീ എസ്റ്റാബ്ലിഷ്ഡ് ആക്കുന്നു. ഇതെങ്ങനെ സാധ്യമാവുന്നു? അത് വളരെ കൺഫ്യൂസിംഗ് ആണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ Tയും Gയും ഒക്കെ നോർമൽ DNA-യുടെ കോമ്പോണൻസ് ആണ്. അപ്പോൾ മിസ്മാച്ച് റിപ്പയർ സിസ്റ്റം ഒരു രീതിയിൽ ഡിറ്റർമൈൻ ചെയ്യണം ഏതാണ് റോങ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ളത്. T ആണോ G ആണോ റോങ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് കറക്റ്റ്, T ആണോ G ആണോ കറക്റ്റ്. ബിക്കോസ് ബോത്ത് T ആൻഡ് G ആർ ദ നോർമൽ കമ്പോണൻസ് ഓഫ് ദ DNA, മിസ്മാച്ച് റിപ്പയർ സിസ്റ്റംസ് നീഡ് സം വേ ടു ഡിറ്റർമൈൻ വെദർ ദ T ഓർ ദ G ഈസ് ദ കറക്റ്റ് ബേസ് അറ്റ് എ ഗിവൺ സൈറ്റ്. അപ്പോൾ എങ്ങനെയാണ് ആ ഡിസ്ക്രിമിനേഷൻ സാധ്യമാകുന്നത്? The repair system makes this distinction by identifying the template strand which contains the original nucleotide sequence and the newly synthesized strand which contains the misincorporated base, the error. അതായത് ടെംപ്ലേറ്റ് സ്ട്രാൻഡിലായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള നൈട്രോജിനസ് സ്പേസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പുതിയ റിപ്ലിക്കേഷൻ്റെ സമയത്ത് പുതിയ സ്ട്രാൻഡ് ആഡ് ചെയ്തപ്പോഴാണ് ഈ G എന്ന് പറയുന്ന റോങ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ള ബേസ് Tക്ക് ഓപ്പോസിറ്റ് വന്നത്. അപ്പോൾ പുതിയ സ്ട്രാൻഡിലായിരിക്കും എറർ ഉള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരും, ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെയും ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡിനെയും ഈ മെഷീനറി എങ്ങനെ തിരിച്ചറിയും? ആ ഡിസ്റ്റിങ്ഷൻ, അതായത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആൻഡ് ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് can be made based on the difference in the timing of methylation of the two strands. രണ്ട് സ്ട്രാൻഡ്സിൻ്റെയും മെഥിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലുള്ള വ്യത്യാസം, ടൈമിങ്ങിലുള്ള വ്യത്യാസത്തിനെ ബേസ് ചെയ്തിട്ട് ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെയും ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡിനെയും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. The old strand is methylated and the newly synthesized strand takes some time to get methylated. അതായത് റിപ്ലിക്കേഷൻ്റെ പ്രോഡക്റ്റ് ആണ് എല്ലാ തരത്തിലുള്ള DNA സ്ട്രാൻഡ്സും. അപ്പോൾ അത് ഉണ്ടായി കഴിയുമ്പോഴേക്കിന് കുറച്ചേറെ സമയമെടുത്തിട്ടാണ് മെഥിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് അത് കുറേ ഏറെ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള റിപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഓൾറെഡി മെഥിലേറ്റഡ് ആയിരിക്കും. ആ മെഥിലേഷൻ നടക്കാനുള്ള സാവകാശം അതിന് നേരത്തെ പഴയ സൈക്കിൾസിലെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഫ്രഷ് ആണ്. അത് ഉണ്ടായിട്ട് കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ മെഥിലേഷൻ അതിൽ നടക്കാൻ ഉള്ള സമയം എന്ന് പറയുന്നത് ആയിട്ടില്ല. അതിൻ്റെ അർത്ഥം അത് അൺമെഥിലേറ്റഡ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ സംഗതി. ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് മെഥിലേറ്റഡ് ആയിരിക്കും, ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് നോൺ മെഥിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ
ഈ മിസ്മാച്ച് റിപ്പയർ സിസ്റ്റത്തിൻ്റെ മെഷീനറിക്ക് ഇപ്പോൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെയും ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡിനെയും ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ, അതിനെ തമ്മിൽ തിരിച്ചറിയാൻ ഉള്ള എബിലിറ്റി ഈ മെഥിലേഷൻ്റെ ടൈമിങ്ങിൽ അതിനെ ബേസ് ചെയ്തിട്ട് കിട്ടി എന്നുള്ളതാണ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് മെഥിലേറ്റഡ് ആയതുകൊണ്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇനി ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് നോൺ മെഥിലേറ്റഡ് ആണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പോൾ മിസ്മാച്ച്ഡ് ബേസ് എന്ന് പറയുന്നത് ഈ ഇവിടെയാണ്, ജിയിലാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനകത്ത് മെഥിലേഷൻ ഇല്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ മിസ്മാച്ച് റിപ്പയർ സിസ്റ്റം ഈ ജിയെ അവിടെ നിന്ന് മിസ്മാച്ച്ഡ് ആയിട്ടുള്ള ബേസിനെ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയെ കൊണ്ടുവന്ന് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ അടുത്ത റിപ്ലിക്കേഷൻ നടക്കുവാണെങ്കിൽ ഇതിവിടെ കറക്റ്റ് ചെയ്തില്ലെന്ന് വിചാരിക്കുക, ജി എന്ന് പറയുന്നത് മെഥിലേറ്റഡ് ആകും. അതിനുള്ള സമയം അതിന് കിട്ടും. അപ്പോൾ രണ്ട് സ്ട്രാൻഡും മെഥിലേറ്റഡ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും മിസ്മാച്ച് റിപ്പയർ സിസ്റ്റത്തിന് ഈ രണ്ട് സ്ട്രാൻഡിനെയും സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കാനുള്ള എബിലിറ്റി ഉണ്ടാവത്തില്ല. അതിൻ്റെ അർത്ഥം ഈ മിസ്മാച്ച് ഒരിക്കലും റിപ്പയർ ചെയ്യത്തില്ല, അത് മ്യൂട്ടേഷനിൽ കലാശിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ ഒരു റിപ്ലിക്കേഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ തന്നെ, ഒരു റിപ്ലിക്കേഷൻ സൈക്കിളിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ തന്നെ അത് റിപ്പയർ ചെയ്യപ്പെടണം. അടുത്ത സൈക്കിളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യപ്പെടത്തില്ല, കാരണം രണ്ട് സ്ട്രാൻഡും മെഥിലേറ്റഡ് ആകും. ഈ മെഥിലേഷനിലുള്ള ടൈമിങ്ങിൻ്റെ വ്യത്യാസത്തിനെ ബേസ് ചെയ്തിട്ടാണ് രണ്ട് സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ മെഥിലേഷൻ നടന്നിട്ടുണ്ടായിരിക്കും, അതിനുള്ള സമയം അവിടെ കിട്ടിയിട്ടുണ്ട്. ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് കുറച്ച് സമയം എടുത്തിട്ട് മാത്രമാണ് മെഥിലേറ്റഡ് ആകുന്നത്, പക്ഷേ അത് മെഥിലേറ്റഡ് ആകും, അത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ആദ്യത്തെ സൈക്കിളിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ ഈ മെഥിലേഷൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനെ അവിടെ നിന്ന് മാറ്റി ആ സ്ട്രാൻഡിൻ്റെ നൈട്രോജനസ് ബേസിനെ മാറ്റി, റോങ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ള നൈട്രോജനസ് ബേസിനെ മാറ്റി അവിടെ കറക്റ്റായിട്ടുള്ള നൈട്രോജനസ് ബേസിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് മിസ്മാച്ച് റിപ്പയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 റിപ്പയർ മെക്കാനിസത്തെക്കുറിച്ചാണ് DNA റിപ്പയർ മെക്കാനിസം എന്ന് പറയുന്ന കോൺടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്തത്. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിപ്പയർ, then excision repair and this one mismatch repair system.